ഹലോ ഗൈസ്, ഞാൻ ഈ കുളിച്ചൊരുങ്ങി കണ്ണടൊക്കെ വെച്ച് എങ്ങോട്ടാന്നായിരിക്കും. ഇപ്രാവശ്യം നമ്മൾ ബീച്ചിലോട്ടാണ്. അപ്പൊ നിങ്ങൾ വിചാരിക്കും എനിക്ക് എന്ന് ഈ ബീച്ച് തന്നെ ഉള്ളൂ. പക്ഷെ ഇന്നൊരു ഡിഫറൻസ് ഉണ്ട്. ഈ ബീച്ചിലൊരു സീ വോക്ക് വന്നിട്ടുണ്ട്. ഇത് കടലിന്റെ മുകളിൽ കൂടെ വരുന്നൊരു ബ്രിഡ്ജാണ്. അതിന് പണിയൊന്നും ഫുൾ ആയിട്ടില്ല, എന്നാലും ആൾക്കാരൊക്കെ വരുന്നുണ്ട്, സൺസെറ്റ് കാണുന്നുണ്ട്, പോകുന്നുണ്ട്. അപ്പൊ നമ്മളും ഒന്ന് പോയാലോ എന്ന് വിചാരിച്ചു. ഇതാ കാണുന്നതാണ് സീ വോക്ക്. നമ്മൾ എത്താനായിട്ടുണ്ട്. നമ്മുടെ അടുത്തുനിന്ന് കുറച്ചുണ്ട്, എന്നാലും നമ്മൾ പോയി. അങ്ങനെ നമ്മൾ എത്തിയിട്ടുണ്ട്. ഇത് എന്തെല്ലോ പണിതുകൊണ്ടിരിക്കുന്നുണ്ട്. അവിടുത്തെ എൻട്രി ഇതാണ്. ഇവിടെ ഇങ്ങനെ കുറെ കല്ലൊക്കെ ഇട്ട് എന്തെല്ലോ ഇങ്ങനെ നിരത്തി നിരത്തിയൊക്കെ വെച്ചിട്ടുണ്ട്. കുറെ പേര് അവിടെ നിന്ന് തിരിച്ചു വരുന്നുണ്ട്, കുറെ പേര് അങ്ങോട്ട് പോകുന്നുണ്ട്, കുറെ പേര് അവിടെ നിന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട്. അപ്പൊ നമ്മള് സണ്ണ് പോകുമ്പോഴത്തേനും നമുക്ക് പോകണില്ല, അപ്പൊ ഇങ്ങനെ ഊട്ടി പോവാണ്. കുറച്ചൊരു ഹാഫ് വരെ നടക്കാനൊക്കെ ആയിരുന്നു. മണലും കല്ലൊക്കെ കൂടിയിട്ട് മണൽ ഒത്തിരി ഉണ്ടായിരുന്നു. പിന്നെ അങ്ങ് എത്താറാകുമ്പോ ഫുള്ള് കല്ല് മാത്രം. നടക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാലിടെ പോവോ, കല്ലിളകി കടലിലോട്ട് വീഴുവോന്നൊക്കെ പേടിച്ച്. കാരണം അവിടെ സൈഡിലൊന്നും വെച്ചിട്ടില്ല. നമ്മുടെ സേഫ്റ്റി നമ്മൾ തന്നെ നോക്കിയിട്ട് പോണം. ഇങ്ങനെ സീ വോക്കിന്റെ എൻഡിങ്ങിൽ എത്തിക്കാണ്. അപ്പൊ നമ്മളൊരു കടലിന്റെ നടുക്ക് നിൽക്കുന്ന ഒരു ഫീലിംഗ് ആണ് ഞങ്ങൾക്ക് ഉണ്ടായിരുന്നത്. ഇതാ കണ്ട, സൂര്യൻ ഇങ്ങനെ മെല്ലെ മെല്ലെ താഴ്ന്ന് താഴ്ന്ന് പോകുന്നുണ്ട്. പിന്നെ ഇവിടുന്ന് ഇങ്ങനെ താഴോട്ട് നോക്കുമ്പോൾ നല്ല ഓളത്തി വരുന്ന തിരമാലകളാണ്, വന്നടിക്കുന്ന ഒരു തിരമാല അല്ല. ഇതൊക്കെ കാണാൻ നല്ല രസമായിരുന്നു. കണ്ണിൽ കണ്ട ഒരു ഭംഗി ഫോണിൽ വീഡിയോ എടുത്തപ്പോൾ കിട്ടില്ല, അതങ്ങനെ കിട്ടില്ലല്ലോ. അങ്ങനെ അവിടെ നിന്ന് കുറച്ച് വീഡിയോസ് ഒക്കെ എടുത്ത് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. നല്ല തിരമാല വന്ന് മേത്തോട്ടൊക്കെ വെള്ളമായിരുന്നു. അപ്പോൾ ഇവിടെ 2 സീ വോക്ക് ഉണ്ട്. അപ്പോൾ രണ്ടിന്റെയും ഇതാണൊന്ന്. അപ്പോൾ രണ്ടിന്റെയും മിഡിലായിട്ടാണ് അപ്പൊ നമ്മൾ ഇറങ്ങി നിന്നത്. സൺസെറ്റ് ഒക്കെ പോയി, സ്കൈ നല്ലൊരു ഓറഞ്ച് കളറായിരുന്നു ആ ഒരു ടൈമില്. അപ്പൊ ഇതാണ് നമ്മള് കേറിയ സീ വോക്ക്. അതിന്റെ അപ്പുറത്ത് ഒന്നുണ്ട്. ആദ്യമായിട്ട് കടല് കണ്ട പോലെ എന്റെ കൂടെ വന്നവര് ഓടി കളിക്കുണ്ടായി. അങ്ങനെ അവർ രണ്ടുപേരും ഓടി കളിക്കുന്നത് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അപ്പൊ ഞാൻ വായോ ഇരുട്ടായി എന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും പിടിച്ച് വലിച്ചു കൊണ്ടുപോയി. അങ്ങനെ എന്നെ കൂട്ടാണ്ട് അവർ രണ്ടുപേരും കളിക്കണ്ടല്ലോ. അപ്പൊ അങ്ങനെ തിരിച്ചു പോണ വഴിക്ക് നമ്മളൊരു നാട്ടിലൊരു ടച്ചുള്ള പഴംപൊരി കിട്ടുന്ന ഒരു ഷോപ്പ് ഉണ്ട്. ആ ഷോപ്പിൽ കയറി. ഇതാണ് ആ ഷോപ്പ്. അപ്പൊ അങ്ങനെ പഴംപൊരിയൊക്കെ കഴിച്ച് അപ്പാണ് നമ്മളവിടെ ഒരു ചുന്ദരി പട്ടിക്കുട്ടിനെ കണ്ടത്. ഫോട്ടോ ഒക്കെ എടുത്തു. അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോയി. അത്രേ ഉള്ളൂ. ബൈ.